Hello everyone. Standard 8 Chapter 4 Computer Games. സ്ക്രാച്ച് എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് ഒരു ബുള്ളറ്റ് ഗെയിം എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്ന് നോക്കാം. അതിനുവേണ്ടി ഷോ ആപ്ലിക്കേഷൻസിൽ സ്ക്രാച്ച് എന്ന സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുക. സ്ക്രാച്ച് 3 വേർഷനാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അത് ഓപ്പൺ ചെയ്യുക. ഇതാണ് സ്ക്രാച്ചിൻ്റെ വിൻഡോ. ഈ കാണുന്നത് സ്പ്രൈറ്റ്. ദ ക്യാരക്ടേഴ്സ് ഇൻ ദ സ്ക്രാച്ച് സോഫ്റ്റ്വെയർ ഈസ് കോൾഡ് സ്പ്രൈറ്റ്സ് ആൻഡ് ദ ബാക്ക്ഗ്രൗണ്ട് ഈസ് കോൾഡ് സ്റ്റേജ്. ഹിയർ സ്റ്റേജ് ഇവിടെ ഉണ്ട്. ഇവിടെ സ്പ്രൈറ്റ് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ ഓൾറെഡി ഉള്ള സ്പ്രൈറ്റിനെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ഈ സ്പ്രൈറ്റ് 1 എന്നുള്ളിടത്ത് ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ചൂസ് എ ബാക്ക്ഡ്രോപ്പ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ബ്ലൂ സ്കൈ എന്ന ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുക. ഇനി ഇതിനു വേണ്ടി ഒരു ഗണ്ണ്, ഒരു ബുള്ളറ്റ് ആൻഡ് 2 ബലൂൺസ് ഈ സ്പ്രൈറ്റ്സിനെ ആഡ് ചെയ്യേണ്ടതുണ്ട്. ആദ്യം ഗൺ പെയിന്റിൽ വരച്ചിട്ടാണ് നമ്മൾ സ്പ്രൈറ്റ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഈ ചൂസ് എ സ്പ്രൈറ്റ് ഈ ഭാഗത്തിൽ പെയിന്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പെയിന്റ്. അപ്പോൾ നമുക്ക് ഈ കോസ്റ്റ്യൂംസിലേക്ക് പോകുന്നതാണ്. ഇതിൽ റെക്റ്റാങ്കിൾ ടൂള് സെലക്ട് ചെയ്തതിന് ശേഷം ഒരു ഗൺ ഷേപ്പ് വരച്ചെടുക്കുക. വീണ്ടും കളർ ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടി ഫിൽ എന്ന ഓപ്ഷനിൽ പോയി ക്ലിക്ക് ചെയ്യുക. അപ്പം നമ്മുടെ ഗൺ എന്ന സ്പ്രൈറ്റ് റെഡി ആയിട്ടുണ്ട്. സ്പ്രൈറ്റ് എന്ന ഭാഗത്ത് സ്പ്രൈറ്റ് 1 എന്ന് മാറ്റിയതിന് ശേഷം ഗൺ എന്ന് കൊടുക്കുക. സൈസ് മാറ്റി 50 എന്നാക്കുക. ഗണ്ണിൻ്റെ പൊസിഷൻ അറേഞ്ച് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് ബുള്ളറ്റ് എന്ന ഒരു സ്പ്രൈറ്റിനെ ആഡ് ചെയ്യേണ്ടതുണ്ട്. ഇതേപോലെ പെയിന്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. റെക്റ്റാങ്കിൾ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു റെക്റ്റാങ്കിൾ വരക്കുക. കളറ് ചേഞ്ച് ചെയ്യുക. ഇനി ഇതിനെ ബുള്ളറ്റിന്റെ ഷേപ്പിലേക്ക് മാറ്റുന്നതിന് വേണ്ടി റീഷേപ്പ് എന്ന ടൂള് സെലക്ട് ചെയ്യുക. ഒരു നോഡ് ആഡ് ചെയ്ത് അതിനെ പ്രസ് ആൻഡ് ഡ്രാഗ്, മൗസ് പ്രസ് ചെയ്ത് ഡ്രാഗ് ചെയ്യുക. ഒരു ബുള്ളറ്റിന്റെ ഷേപ്പിലേക്ക് മാറുന്നത് കാണാം. സ്പ്രൈറ്റ് എന്നിടത്ത് സ്പ്രൈറ്റ് 1 എന്ന് മാറ്റി ബുള്ളറ്റ് എന്ന പേര് നൽകുക. സൈസ് 100 എന്നത് മാറ്റി 10 എന്നാക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബുള്ളറ്റ് ഇവിടെ റെഡിയാണ്. ഇതിനെ കാണാത്ത രൂപത്തിൽ അറേഞ്ച് ചെയ്യുന്നതിന് വേണ്ടി ജസ്റ്റ് ഒന്ന് പൊസിഷൻ മാറ്റി അതേ ഭാഗത്ത് കൊണ്ടുവന്ന് വെച്ചാൽ മതിയാവും. ഇനി നമ്മുടെ ഗെയിമിൽ നമ്മുടെ മൗസ് പോയിന്റർ നീങ്ങുന്നതിനനുസരിച്ച് ഈ ഗണ്ണിന്റെ പൊസിഷനിൽ മാറ്റം വരേണ്ടതുണ്ട്. അതിനുവേണ്ടി നമുക്ക് കോഡ് നൽകണം. ഗൺ എന്ന സ്പ്രൈറ്റിനെ സെലക്ട് ചെയ്യുക. ഇവിടെ കോഡ് എന്ന ടാബിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഒരുപാട് കോഡ്സ് അവൈലബിൾ ആണ്. ഗ്രൂപ്പ്സ് ഉണ്ട്, മോഷൻ, ലുക്സ്, സൗണ്ട്, ഈവൻസ്, കൺട്രോൾ, ഇങ്ങനെ ഒരുപാട് കോഡ്സ് നമുക്ക് അവൈലബിൾ ആണ്. അതിൽ ഏതൊരു ഗെയിം സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഫസ്റ്റ് ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഗെയിം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഈ കോഡിൽ വെൻ ദ ഫ്ലാഗ് ക്ലിക്ക്ഡ് എന്ന കോഡിനെ പ്രസ് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് വെക്കുക. ഇതിനെ മൗസ് ഉപയോഗിച്ച് പ്രസ് ചെയ്ത് നമ്മുടെ ഈ ഭാഗത്തേക്ക് കൊണ്ടുവന്ന് വെക്കുക. ഇനി എപ്പോഴും നമ്മുടെ മൗസ് പോയിന്റർ നീങ്ങുന്നതനുസരിച്ച് എപ്പോഴും നടക്കേണ്ട ഒരു ഈവൻ്റ് ആയതുകൊണ്ട് നമ്മൾ ഈ കൺട്രോൾ എന്നുള്ളതിൽ ഫോർ എവർ എന്ന കോഡ് കാണാം. അതിനെ ഇവിടെ കൊണ്ടുവന്ന് വെക്കുക. ഫോർ എവർ എപ്പോഴും നടക്കാനായതുകൊണ്ട്. ഇനി മോഷനിൽ പോയിന്റ് ടുവേഴ്സ് മൗസ് പോയിന്റർ എന്ന കോഡ് കാണാം. ഉദ്ദേശിക്കുന്നത് മൗസ് പോയിന്ററിന്റെ ഭാഗത്തേക്ക് പോയിന്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി നമ്മുടെ
ഫ്ലാഗ് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ മൗസ് നീങ്ങുന്നതിനനുസരിച്ച് ഗണ്ണ് നീങ്ങുന്നത് കാണാം. ഓക്കെ, സ്റ്റോപ്പ് ബട്ടൺ പ്രസ് ചെയ്താൽ അത് സ്റ്റോപ്പ് ആവുന്നതാണ്. ബാക്കി കോഡ് കൊടുക്കുന്നതിനനുസരിച്ച് ഇതിൻ്റെ മാറ്റങ്ങൾ കാണാം. ഇനി നമുക്ക് 2 ബലൂൺസിനെ ആഡ് ചെയ്യേണ്ടതുണ്ട്. അതിനു വേണ്ടി വീണ്ടും സ്പ്രൈറ്റ് ആഡ് ചെയ്യുകയാണ് വേണ്ടത്. ഓൾറെഡി കമ്പ്യൂട്ടറിൽ ഉള്ള ഒരു സ്പ്രൈറ്റിനെ ആഡ് ചെയ്യണമെങ്കിൽ ചൂസ് എ സ്പ്രൈറ്റ് എന്ന ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ചൂസ് എ സ്പ്രൈറ്റ് എന്ന് ക്ലിക്ക് ചെയ്താൽ ഇവിടെ ബലൂൺ 1 എന്ന് കാണാം. ബലൂൺ 1 ഒരു ബലൂൺ കിട്ടി. അതേപോലെ തന്നെ ഒന്നുകൂടെ ബലൂൺ 2, 2 ബലൂൺസ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിൽ ഒരു യെല്ലോ ബലൂൺ, ഒരു ബ്ലൂ ബലൂൺ എന്നിവയാണ് നമുക്ക് നിലനിർത്തേണ്ടത്. അതിനുവേണ്ടി ബലൂൺ 1 സെലക്ട് ചെയ്ത് കോസ്റ്റ്യൂംസിൽ ക്ലിക്ക് ചെയ്താൽ കോസ്റ്റ്യൂംസിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ 3 ബലൂൺസിനെ കാണാം. ഇതിൽ ആവശ്യമില്ലാത്ത ബലൂൺസിനെ ഈ ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് ഡിലീറ്റ് ചെയ്യുക. ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് ഡിലീറ്റ് ചെയ്യുക. ബലൂൺ 2 സെലക്ട് ചെയ്തതിന് ശേഷം ഇതേപോലെ തന്നെ യെല്ലോ ബലൂൺ മാത്രം അവിടെ നിലനിർത്തിക്കൊണ്ട് ബാക്കി ബലൂൺസിനെ ഡിലീറ്റ് ചെയ്യാം. ഇപ്പോൾ 2 ബലൂൺസ് ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് ബേസ്റ്റിംഗ് ബലൂൺ ഉണ്ടാക്കണം. അതായത് ഈ ബലൂണ് പൊട്ടിയതിന് ശേഷമുള്ള ഒരു ബലൂൺ കൂടെ ഉണ്ടാക്കി വെക്കണം. അതിനുവേണ്ടി ബലൂൺ 1 സെലക്ട് ചെയ്യുക, കോസ്റ്റ്യൂംസിൽ ക്ലിക്ക് ചെയ്യുക. ഈ ഭാഗത്ത് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ബലൂൺ 1ൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ഈ ഡ്യൂപ്ലിക്കേറ്റ് ബലൂണിന്റെ ഇപ്പൊ ഇവിടെ 2 ബലൂൺസ് ഉണ്ട്. ഡ്യൂപ്ലിക്കേറ്റ് ബലൂൺസിനെ നമുക്ക് റീഷേപ്പ് ചെയ്യാം. റീഷേപ്പ് എന്ന ടൂൾ യൂസ് ചെയ്ത് ഇതിനെ നമുക്കൊന്ന് റീഷേപ്പ് ചെയ്തെടുക്കാം. ഒരു ബേസ്റ്റിംഗ് ബലൂണിന്റെ രൂപത്തിലേക്ക് ഇതിനെ മാറ്റിയെടുക്കാം. ഓക്കെ, ഇതേ രൂപത്തിൽ ബലൂൺ 2ഉം സെലക്ട് ചെയ്യുക. കോസ്റ്റ്യൂംസിൽ ഈ ബലൂണിൽ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തുകൊണ്ട് സെക്കൻഡ് ബലൂണിലാണ് നമ്മൾ ചെയ്യേണ്ടത്. റീഷേപ്പ് ടൂൾ യൂസ് ചെയ്ത് സെക്കൻഡ് ബലൂണിനെയും ഒരു പൊട്ടിയ ബലൂണിന്റെ ഷേപ്പിലേക്ക് മാറ്റിയെടുക്കാം. ഓക്കെ, ഇപ്പോൾ എല്ലാ സ്പ്രൈറ്റ്സും റെഡിയാണ്. ഗണ്ണ്, ബുള്ളറ്റ്, ബലൂൺ 1 ആൻഡ് ബലൂൺ 2 അതിലുള്ള ബേസ്റ്റിംഗ് ബലൂൺസും റെഡി ആയിട്ടുണ്ട്. ഓക്കെ.